നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പിറേഷൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്, അല്ലെങ്കിൽ വൈ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അവർക്ക് ബോത്ത് പോസിറ്റീവ് എഫക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് എഫക്ട്സും പ്രസൻ്റ് ആണ്. നമുക്ക് ആദ്യം പോസിറ്റീവ് എഫക്ട്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നോക്കാം. ട്രാൻസ്പിറേഷൻ ദേ പ്രൊമോട്ട് ഗ്യാസ് എക്സ്ചേഞ്ച്, റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം ട്രാൻസ്പിറേഷൻ്റെ ടൈമിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ആവുന്നുണ്ട്. ഈ ഓപ്പൺ സ്റ്റൊമാറ്റയിലൂടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, അതായത് O2CO2 എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഈ ഒരു നമുക്കറിയാം പ്ലാന്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനിങ് ആണ് ഫോട്ടോസിന്തസിസിന് കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ്. സോ ഈ കാർബൺ ഡയോക്സൈഡ് പ്ലാന്റിലോട്ടേക്ക് എൻട്രി ചെയ്യുന്നത് സ്റ്റൊമാറ്റ വഴിയാണ്. ഓക്കെ, സോ ദേ ഹെൽപ്പ് ഇൻ gas exchange, respiration and photosynthesis. Then second one ആണ് it protect plant tissues from excessive water accumulation. നമുക്കറിയാം ആക്റ്റീവായിട്ട് പ്ലാന്റിൻ്റെ റൂട്ട് വാട്ടറും മിനറൽസും അബ്സോർവ് ചെയ്താൽ, ആവശ്യത്തിൽ കൂടുതൽ അബ്സോർവ് ചെയ്താൽ അത് സെൽസിൽ ലോഗ് ചെയ്ത് കെട്ടിക്കിടക്കും. സോ അതിൽ നിന്ന് പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്പിറേഷനാണ്. അതായത് സർപ്ലസ് ആയിട്ടുള്ള വാട്ടർ, അതായത് എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ട്രാൻസ്പിറേഷൻ. Then speed up the passive absorption and upward conduction of soil solution. ഓക്കെ, നമുക്കറിയാം പ്ലാന്റ് റൂട്ട് വഴി സോയിലും വാട്ടറും മിനറൽസും അതായത് സോയിൽ സൊല്യൂഷനായിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇതിന് ഈ ഒരു അബ്സോർപ്ഷനുള്ള ഏറ്റവും എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് ട്രാൻസ്പിറേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ലീഫിൽ ട്രാൻസ്പിറേഷൻ വഴി വാട്ടർ ലോസ് ഉണ്ടാകും. അവിടെ അങ്ങനെ ഈ ഒരു വാട്ടർ ലോസ് കാരണം ഉണ്ടാകുന്ന ഒരു പ്രഷർ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ പുള്ളാണ്. ഇറ്റ് ഈസ് ദി പുള്ളിംഗ് ഫോഴ്സ് ഫോർ ദി പാസീവ് അബ്സോർപ്ഷൻ ഓഫ് സോയിൽ സൊല്യൂഷൻ ആൻഡ് ദ അസെൻഡ് ഓഫ് സൈലം സാപ്പ്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. ദിസ് ഇൻ ടേൺ ഇൻക്രീസസ് ദി റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ ന്യൂട്രിയൻസ് ഫ്രം സോയിൽ. Okay, so they act as the pulling force for the absorption of water. Then fourth one ആണ് പ്രൊമോട്ട് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മിനറൽ ന്യൂട്രിയൻസ്. നമുക്കറിയാം ഈ ഒരു മിനറൽസ് വാട്ടറിൻ്റെ കൂടെ മൂവ് ചെയ്യുന്നത് സൈലം സ്ട്രാൻഡ് വഴിയാണ്. സോ ട്രാൻസ്പിറേഷൻ സ്പീഡ് അപ്പ് സൈലം ട്രാൻസ്പോർട്ട് വിച്ച് ഇൻ ടേൺ ബ്രിങ്സ് അബൌട്ട് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മിനറൽ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ റൂട്ട്സ്. ഓക്കെ, മിനറൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then maintains favorable temperature and protect leaves. ട്രാൻസ്പിറേഷൻ്റെ ടൈമിൽ എന്താണ്, വാട്ടർ വേപ്പറിൻ്റെ ഫോമിൽ ലീഫിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലോട്ടേക്ക് വാട്ടർ പോവുകയാണ്, എസ്കേപ്പ് ചെയ്യാണ്. ദിസ് ഇൻ ടേൺ റിമൂവ് സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഓൾസോ ഫ്രം ലീവ്സ്. സോ ആ ഒരു ലീഫിന് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും ട്രാൻസ്പിറേഷൻ വഴി. ഓക്കെ, സോ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. And these two eventually prevent the overheating of leaves and protect them from heat burns during hot dirt time. Okay, സോ ഇത്രയൊക്കെയാണ് ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്പിറേഷന് അഡ്വാൻറ്റേജസിനേക്കാൾ കൂടുതൽ ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത്. ഓക്കെ, ഇതൊക്കെ ലെസ് സിഗ്നിഫിക്കൻ്റ് ആണ് അവരുടെ ഡിസഡ്വാൻറ്റേജസ് വെച്ച് നോക്കുകയാണെങ്കിൽ. സോ അവരുടെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹെവി ലോസ് ഓഫ് വാട്ടർ. നമുക്കറിയാം അപ് ടു 97% ഓഫ് ടോട്ടൽ വാട്ടർ ആ ഒരു പ്ലാന്റ് റൂട്ട് വഴി അബ്സോർവ് ചെയ്തത് ഈ ഒരു ട്രാൻസ്പിറേഷൻ വഴി ലോസായി പോകുന്നുണ്ട്. ബാക്കി ഒരു 3% മാത്രമാണ് പ്ലാന്റ്സ് അവരുടെ ബാക്കി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയ്ക്കും എമൗണ്ട് വാട്ടർ ലോസ് വരുന്നുണ്ട്. സോ ഓൺലി എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഈസ് ആക്ച്വലി യൂട്ടിലൈസ്ഡ് ഇൻ ഗ്രോത്ത് ആൻഡ് പ്ലാന്റ് മെറ്റബോളിസം. ദെൻ ഇൻറ്റേർണൽ വാട്ടർ ഡെഫിസിറ്റ് ഓർ വാട്ടർ സ്ട്രെസ് ആൻഡ് ഡെസിക്കേഷൻ. നമ്മളുടെ റൂട്ട് നമുക്കറിയാം പ്ലാന്റിൻ്റെ റൂട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ ട്രാൻസ്പിറേഷൻ നടന്നാൽ ഈ ട്രാൻസ്പിറേഷൻ എക്സീഡ്സ് വാട്ടർ അബ്സോർപ്ഷൻ. ഡ്രൗട്ട് കണ്ടീഷനിലൊക്കെ ചിലപ്പം സോയിലിൽ വെള്ളം ഉണ്ടാവില്ല, സോ അധികം വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. സോ ഇങ്ങനെയുള്ള കേസിൽ വിൽറ്റിങ്ങിന് കാരണമാകും ട്രാൻസ്പിറേഷൻ. Under certain condition, when the rate of transpiration far exceeds rate of absorption, plant will suffer from internal water deficit.
ദെൻ ബേർഡൻ ഓഫ് സ്പെഷ്യൽ അഡാപ്റ്റേഷൻ നമ്മൾ പഠിച്ചു. എക്സസീവായിട്ടുള്ള ട്രാൻസ്പിറേഷൻ നടന്നാൽ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് ചില മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻസ് ഒക്കെ നടത്തും. ഓക്കെ, സോ ഈ ഒരു ഇൻറ്റേർണൽ വാട്ടർ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യേകിച്ച് സീറോഫൈറ്റ്സൊക്കെ വാട്ടർ ഡെഫിസിറ്റ് കണ്ടീഷനിലുള്ള പ്ലാന്റ്സൊക്കെ ചില സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ട ആ ഒരു ബേർഡൻ ഫോർ സ്പെഷ്യൽ അഡാപ്റ്റേഷൻ ഇൻ ഓർഡർ ടു കോപ്പ് അപ്പ് വിത്ത് ദി വാട്ടർ സ്ട്രെസ്. അതിന് എക്സാമ്പിളാണ് സീറോഫൈറ്റ്സ്. ഈ ഒരു ഡെസേർട്ടിലൊക്കെ വളരുന്ന പ്ലാന്റ്സ് ഒരുപാട് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. അതായത് തിക്കായിട്ടുള്ള ക്യൂട്ടികൾ കൊടുക്കും. അതുപോലെ സൈസ് നമ്മളുടെ ഒപ്പൻഷ്യ, അതായത് കള്ളിമുൾ ചെടീൻ്റെ ഒക്കെ കേസിൽ അവയുടെ ലീവ്സിൻ്റെ സൈസൊക്കെ വളരെ ചെറുതാണ്. മൈന്യൂട്ടായിട്ടുള്ള സ്പൈൻ പോലെ ആക്കിയിട്ടുണ്ട് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി സർഫസ് ഏരിയ. ലീഫിൻ്റെ സർഫസ് ഏരിയ കുറഞ്ഞാൽ സ്റ്റൊമാറ്റ നമ്പറും കുറയും, ട്രാൻസ്പിറേഷനും കുറയും. സോ ഇങ്ങനെയുള്ള ഒരുപാട് മോഡിഫിക്കേഷൻ. അതുപോലെ സ്റ്റൊമാറ്റൽ നമ്പർ റെഡ്യൂസ് ചെയ്യുക. ദെൻ സങ്കൺ സ്റ്റൊമാറ്റ, ഉള്ളിലോട്ട് കുഴിഞ്ഞ സ്റ്റൊമാറ്റ, ഇതുപോലെയുള്ള ഫീച്ചേഴ്സ് പ്ലാന്റ്സ് യൂസ് അതായത് ഇതുപോലുള്ള ഫീച്ചേഴ്സിലോട്ടേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട് പ്ലാന്റ് ഇൻ ഓർഡർ ടു കോപ്പ് അപ്പ് വിത്ത് ദി വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഇതൊരു പ്ലാന്റിനെ സംബന്ധിച്ചൊരു ബേർഡനാണ് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും ട്രാൻസ്പിറേഷൻ ഈസ് ആൻ അൺഅവോയ്ഡബിൾ പ്ലാൻ ഇൻ പ്ലാന്റ്സ്. ഓക്കെ, ട്രാൻസ്പിറേഷൻ നടന്നേ പറ്റൂ ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും. കാരണം ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുന്നതാണ്, ഓപ്പൺ ചെയ്യുമ്പോൾ നടക്കുന്നതാണ്. സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കില്ല, കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സിന് കിട്ടില്ല, ഫോട്ടോസിന്തസിസ് നടക്കില്ല. സോ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യും. സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു വാട്ടറിൻ്റെ ലോസും അവർക്ക് ഉണ്ടാകും. അടുത്തത് ആൻറ്റി ട്രാൻസ്പിറൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആൻറ്റി ട്രാൻസ്പിറൻസ് എന്ന് പറയുന്നത് ചില സബ്സ്റ്റൻസ് നമ്മൾ പ്ലാന്റിൻ്റെ മേലെ സ്പ്രേ ചെയ്താൽ ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതായത് അവയുടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് പ്രോസസ്സുകൾക്ക് ഒരു എഫക്റ്റും കൊടുക്കാണ്ട്, അതായത് ഫോട്ടോസിന്തസിനോ ഗ്രോത്തിനോ ഒന്നും ഒരു നെഗറ്റീവ് എഫക്ട്സും ഇല്ലാണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പിറേഷനെ കുറയ്ക്കാൻ പറ്റും. ചില സബ്സ്റ്റൻസ് അവരിൽ സ്പ്രേ ചെയ്താൽ മതി. ഓക്കെ, ദേ പ്രിവെൻറ്റ് എക്സസീവ് transpiration and enormous loss of water and thereby protect plant from wilting, tissue damage and death. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്, സിലിക്കോൺ ഓയിൽ, അതുപോലെ ഉള്ള സബ്സ്റ്റൻസൊക്കെ കൊടുത്താൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോമിസിങ് ആയിട്ടുള്ള റിസൾട്ട്സ് ഒന്നും നടക്കില്ല. അവരൊരു ഷീറ്റ് പോലെ ഫോം ചെയ്യുകയാണ് ചെയ്യുക, ഒരു ഫിലിം പോലെ ലീഫിൻ്റെ മേലെ ഫോം ചെയ്യും. O2ൻ്റെയും CO2ൻ്റെയും എക്സ്ചേഞ്ച് ഒക്കെ നടക്കും, പക്ഷേ ട്രാൻസ്പിറേഷൻ കുറവായിരിക്കും, പക്ഷേ പ്രോമിസിങ് റിസൾട്ട് നൽകുന്നില്ല. ദെൻ ആസ്പിരിനും അബിസിസിക് ആസിഡും അവർ ആൻറ്റി ട്രാൻസ്പിറൻസിന് എക്സാമ്പിളാണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, ആസ്പിരിൻ അബിസിസിക് ആസിഡ് എന്ന് പറയുന്നത് ടോക്സിക് അല്ല ഈ ഒരു കളർലെസ് പ്ലാസ്റ്റിക് ഒന്നും പോലെ. ഓക്കെ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു 0.03%, അതായത് ഒരു സ്ലൈറ്റ്ലി ഒരു ഒപ്റ്റിമം കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്താൽ പാർഷ്യൽ ക്ലോസിങ് ഓഫ് സ്റ്റൊമാറ്റ, അതായത് സ്റ്റൊമാറ്റ പകുതി അടയും. അതുകൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ കുറയ്ക്കുക, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് സ്റ്റോപ്പായി പോകുമില്ല. ഓക്കെ, ഇനി പർപ്പസാണ് പറയുന്നത്. നമ്മൾ ഈ ആൻറ്റി ട്രാൻസ്പിറൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് ഒന്ന്, പ്രൊട്ടക്ഷൻ ഓഫ് ക്രോപ്പ് പ്ലാന്റ്സ് ഫ്രം എക്സസീവ് ട്രാൻസ്പിറേഷൻ ഡ്യൂറിങ് ഡ്രൈ സീസൺ. നമുക്കറിയാം ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു വേനൽക്കാലത്തൊക്കെ പ്ലാന്റിൽ നിന്ന് ട്രാൻസ്പിറേഷൻ നടന്ന് പ്ലാന്റ് വിൽറ്റായി പോകും, പെട്ടെന്ന് പ്ലാന്റ് വിൽറ്റായി പോകും. അത് തടയാൻ വേണ്ടി ഡ്രൈ കണ്ടീഷനിൽ നമുക്ക് ഈ ആൻറ്റി ട്രാൻസ്പിറൻസ് സ്പ്രേ ചെയ്യാം. സെക്കൻഡ് വൺ, പ്രൊട്ടക്ഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം വിൽറ്റിംഗ് ആൻഡ് ഡെത്ത് ഡ്യൂറിങ് ട്രാൻസ്പോർട്ട്. നമുക്കറിയാം നമ്മളൊരു ചെടീനെ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ, ഒരു സ്റ്റെം കട്ടിങ്ങിനൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് വിൽറ്റായി പോകും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ട്രാൻസ്പോർട്ടിൻ്റെ ടൈമിലും നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. തേർഡ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫ്രൂട്ട് ഫ്രം ക്രാക്കിംഗ് ഡ്യൂ ടു എക്സസീവ് ട്രാൻസ്പിറേഷൻ ഒരുപാട് നടന്നാൽ, ഫ്രൂട്ട്സിൻ്റെ മേലെ ട്രാൻസ്പിറേഷൻ നടന്നാൽ അവർ ക്രാക്ക് ചെയ്തു പോകും.
അത് ഒഴിവാക്കാൻ വേണ്ടിയും നമുക്ക് ആൻറ്റി ട്രാൻസ്പിറൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ഗാർഡൻ പ്ലാന്റ്സ് ഫ്രം ഡെസിക്കേഷൻ ആൻഡ് ഡിലേഡ് വാട്ടറിങ്. നമ്മൾ പ്ലാന്റ്സിനെ ഗാർഡനിൽ വളർത്തുമ്പം ചിലപ്പം എന്നും നമുക്ക് നനയ്ക്കാൻ പറ്റില്ല, വാട്ടർ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ആൻറ്റി ട്രാൻസ്പിറൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ദെൻ പ്രൊലോങ്ഡ് റീറ്റെൻഷൻ ഓഫ് ഫ്രഷ്നെസ് ഓഫ് കട്ട് ഫ്ലവേഴ്സ്. നമ്മൾ കട്ട് ചെയ്ത ഫ്ലവേഴ്സ്, നമ്മളുടെ എല്ലാ പാർട്സിലും സ്റ്റൊമാറ്റോ പ്രസൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഫ്ലവേഴ്സിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ അവരിൽ ആ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി, നമുക്കറിയാം ഈ ഒരു ട്രാൻസ്പിറേഷൻ നടന്ന വാട്ടർ ലോസ് ആണ്, അപ്പം പെട്ടെന്ന് വാടിപ്പോവും. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ആൻറ്റി ട്രാൻസ്പിറൻസ് യൂസ് ചെയ്യാം. ഇനി ഈ ആൻറ്റി ട്രാൻസ്പിറൻസ് 3 കാറ്റഗറിയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒന്ന് വാട്ടർ ഇംപെർമിയബിൾ സബ്സ്റ്റൻസ് വിച്ച് ഫോം എ കോട്ട് ഫിലിം ഓവർ ലീവ്സ്. നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ലീഫിൻ്റെ മേലെ ഒരു കോട്ട് ഫോം ചെയ്യും. ആ കോട്ട് വാട്ടർ ഇംപെർമിയബിൾ ആണ്. സോ ദാറ്റ് അതിലൂടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ വാട്ടർ വേപ്പറിന് മൂവ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിളാണ് കളർലെസ് പ്ലാസ്റ്റിക്സ്, സിലിക്കൺ ഓയിൽ, ലോ വിസ്കോസിറ്റി വാക്സസ് ഒക്കെ. ഓക്കെ, ഇത് കുറച്ച് ടോക്സിക് ആണ്. ദെൻ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ കോസ് പാർഷ്യൽ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. ഇതിന് എക്സാമ്പിളാണ് PMA, ഫിനൈൽ മെർക്കുറിക് അസറ്റേറ്റ്, സാലിസിലിക് ആസിഡ്. ഇതൊക്കെ കൊടുത്താൽ സ്റ്റൊമാറ്റ പാർട്ടിലി ക്ലോസ് ചെയ്യും. അപ്പം കുറച്ച് മാത്രമേ മിനിമൈസ് ചെയ്യാം ട്രാൻസ്പിറേഷൻ. അതുപോലെ തന്നെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. ദെൻ C ആണ് മെറ്റബോളിക് ഇൻഹിബിറ്റേഴ്സ് വിച്ച് ക്യാൻ കോസ് ടെമ്പററി ക്ലോസിങ് സ്റ്റൊമാറ്റ. ടെമ്പററി ആയിട്ട് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളാണ് എബിസിസിക് ആസിഡ്, കുറച്ച് നേരത്തേക്ക്, അത് പെർമനൻ്റ് ആയിട്ടില്ല. സോ ഇങ്ങനെ 3 ക്ലാസ്സസ് ആണ് ആൻറ്റി ട്രാൻസ്പിറൻസ് ഉള്ളത്.